ഗാസയിലെ രക്തത്തുള്ളികളും അഗ്നി സ്പർശിക്കാത്ത തിരുവോസ്തികളും. 1230 ഇറ്റലിയിലെ ഫ്ലോറൻസ്. അവിടുത്തെ വിശുദ്ധ അംബ്രോസിൻ്റെ ദേവാലയത്തിൽ 1230-ലും 1565-ലും 2 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നു. 1230 ഡിസംബർ 30-ന് വിശുദ്ധ അംബ്രോസിൻ്റെ ദേവാലയത്തിൽ ബലിയർപ്പിച്ച ഉഗുച്ചോനോ എന്ന വൈദികൻ കാസ നന്നായി തുടച്ചിരുന്നില്ല. അതിനാൽ കൂദാശ ചെയ്ത 2-3 തുള്ളി വീഞ്ഞ് ആ കാസയിൽ പറ്റിപ്പിടിച്ചിരുന്നു. അടുത്ത ദിവസം ദിവ്യബലിക്കായി ഈ വൈദികൻ കാസ എടുത്തപ്പോൾ കാസയിൽ 2-3 തുള്ളി രക്തം കട്ട പിടിച്ചിരിക്കുന്നതായി കണ്ടു. അത് മനുഷ്യരക്തത്തിൻ്റെ രൂപത്തിലായിരുന്നു. ദേവാലയത്തിലുണ്ടായിരുന്നവരും അവിടുത്തെ പ്രദേശവാസികളും ആ രൂപതയിലെ മെത്രാനും പുരോഹിതരും അമൂല്യമായ ഈ തിരുരക്തം കാണാൻ എത്തിച്ചേർന്നു. പിന്നീട് ആ തിരുരക്തത്തുള്ളികളെടുത്ത് ഒരു സ്ഫടിക പേടകത്തിൽ പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിച്ചു. ഈ ദേവാലയത്തിൽ രണ്ടാമതൊരു ദിവ്യകാരുണ്യ അത്ഭുതവും കൂടെ നടന്നു. 1595-ലെ ദുഃഖവെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി താഴെ വീണ് അവിടമാകെ തീ പടർന്നു. വിശുദ്ധീകരിക്കപ്പെട്ട തിരുവോസ്തികളുമായി ഒരാൾ പുറത്തേക്ക് ഓടുമ്പോൾ 6 തിരുവോസ്തികൾ കത്തിക്കൊണ്ടിരുന്ന കാർപ്പറ്റിലേക്ക് വീണു. അഗ്നിയാൽ അദ്ദേഹത്തിനത് എടുക്കാൻ സാധിച്ചില്ല. എന്നാൽ തീ അണഞ്ഞപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ആ തിരുവോസ്തികൾ യാതൊരു കേടുപാടും കൂടാതെ ഇരിക്കുന്നു. 1628-ൽ ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പ് മാർസിയോ മെഡിസി ഈ തിരുവോസ്തികൾ പരിശോധിച്ച് യാതൊരു കേടുപാടുകളും ഇല്ലെന്ന് സാക്ഷ്യപ്പെടുത്തി. പിന്നീട് 2 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെയും തിരുശേഷിപ്പുകളും ഒന്നിച്ച് ഒരു വിശുദ്ധ പേടകത്തിലാക്കി. അത് പൊതുവണക്കത്തിനായി സ്ഥാപിച്ചു. എല്ലാ മെയ് മാസത്തിലും 40 മണിക്കൂർ ആരാധന ഇവിടെ നടത്തിവരുന്നു. ഗാസയിൽ അവശേഷിച്ച കൂദാശ ചെയ്ത വീഞ്ഞ് തിരുരക്തമായും അഗ്നിയിൽ വീണ തിരുവോസ്തികൾ നശിക്കാതെയും പരിപാലിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം ഞങ്ങളെ നിത്യതയിലേക്ക് നയിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.